ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശ്യവാക്യങ്ങൾ 10 22 ഇപ്രകാരമാണ് പറയുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. കാര്യം പലരും ചോദിക്കുന്ന ഒരു കാര്യം, അനുഗ്രഹമെന്ന് പറയുന്നത് പിശാചിൽ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ? പലരും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ഇല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്ത് എന്തിനെയാണ് കുറിച്ച് അതിനെ പരാമർശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, സദൃശ്യവാക്യങ്ങൾ 10:22 നമ്മൾ വായിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. The blessing of the Lord, it maketh rich and be added no sorrow with it. The blessing of the Lord is maketh rich and be added no sorrow with it. ദൈവത്തിൻ്റെ അനുഗ്രഹം, ഹല്ലേലൂയ, ദൈവത്താൽ വരുന്ന അനുഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കൂടെ എന്തില്ല? അതിന് സോറോ ഇല്ല, ഇല്ലെങ്കിൽ അതിന് ദുഃഖം ഇല്ല എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹത്താൽ, ഹല്ലേലൂയ, നമുക്ക് തിരുവചന മലയാളത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത് ഇപ്രകാരമാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, യഹോവയുടെ അനുഗ്രഹം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തിനെ കൊണ്ടുവരുന്നില്ല? ദുഃഖത്തെ കൊണ്ടുവരുന്നില്ല എന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിശാച് തരുന്ന അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തരുന്ന അനുഗ്രഹമുണ്ട്. പിശാച് തരുന്ന അനുഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ അവസാനം ദുഃഖവും കഷ്ടതയും വേദനകളും നിരാശകളും മാത്രമായിരിക്കും. എന്നാൽ ദൈവം തരുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് അത് വർധനവിന് മാത്രമല്ല, ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതായിരിക്കും ആ അനുഗ്രഹം. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അനുഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ കേവലം സാമ്പത്തികമായ മേഖലകളിൽ മാത്രമല്ല അനുഗ്രഹമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹമെന്ന് പറയുന്നത് സകല മേഖലകളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ പറ്റി വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അബ്രഹാം വലിയ ഒരു ധനവാനായിരുന്നു എന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ധനവാനായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാമിനെ ദൈവമാണ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത്. വേദപുസ്തകത്തിനകത്ത് യഹോവയുടെ അനുഗ്രഹം പ്രാപിച്ച പലരും, അനുഗ്രഹം നന്മ പ്രാപിച്ചവരെല്ലാവരും സാമ്പത്തികമായ മേഖലകളിൽ മാത്രമല്ല സമസ്ത മേഖലകളിൽ അവർ ഉയർച്ച പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ശരിക്കും അതൊരു ശാപമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ പലരും ദാരിദ്ര്യം പ്രസംഗിക്കുന്ന ആൾക്കാരും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവം നമുക്ക് തന്നതായിട്ടുള്ള അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് തന്നതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. ദൈവവചനം, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും, അനുഗ്രഹം കടന്നു വരും. ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ, അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ലെന്ന്. മനുഷ്യൻ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് പലരും പല തരത്തിലുള്ള IT ഫീൽഡിൽ രാവും പകലും അധ്വാനിക്കുന്നുണ്ട്. നമ്മളൊരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ രാവും പകലും അധ്വാനിക്കുന്നുണ്ട്. പലരും പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് രാവും പകലും അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അധ്വാനത്തിനൊത്തവണ്ണം അവർക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പറ്റുന്നില്ല. കാര്യം ദൈവം തരാത്ത അനുഗ്രഹം ഒരിക്കലും നിലനിൽക്കത്തില്ല. ദൈവം തരാത്ത അനുഗ്രഹം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അത് അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് പറ്റത്തില്ല. ദൈവം തരുന്ന അനുഗ്രഹം മാത്രമേ അത് അനുഭവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ദൈവത്താൽ അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് പറ്റും. എങ്കിൽ കള്ളത്തരങ്ങൾ വഴി, ചതി വഴി, മറ്റുള്ളവരെ പറ്റിച്ചത് വഴി സാമ്പത്തികമായ നന്മകളെല്ലാം പിടിച്ചു പറിച്ച് അങ്ങനെ ജീവിക്കുന്നവരുടെ തലമുറകളെ നമ്മൾ നോക്കുമ്പോൾ പലരും ശാപത്തിൻ്റെ കീഴിലായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പറ്റുന്നത് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം ഉൽപ്പത്തിയുടെ പുസ്തകം നോക്കുന്ന സമയത്തും അവിടെ ആദാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം
അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം എപ്രകാരമാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് മാനിച്ച് അവൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. അബ്രഹാമിനെ പറ്റി പറയുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അബ്രഹാം 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, താൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടങ്ങുന്ന നിഷ്കളങ്കനായിരിക്കാം, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുകയാണ്, ദൈവം അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരമാണ് പറയുന്നത്, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കണം. അപ്പോൾ അനുഗ്രഹത്തിനൊരു താക്കോലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കമായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നിഷ്കളങ്കമായ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വക്രതകളും സൂത്രങ്ങളും കൊണ്ട് ചതിവായിട്ട് കൊണ്ട് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് ഇപ്രകാരമാണ് പറയുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ പേര് ഇനി അബ്രഹാം എന്നല്ല. ദൈവം അബ്രഹാമിനെ അതിൻ്റെ 17-5 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇനി നീ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കണം എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. ദൈവം അവൻ്റെ പേരിനെ തന്നെ മാറ്റി. ഹല്ലേലൂയ. ദൈവം അവനെ നിഷ്കളങ്കനായിരിക്കുവാനായി ദൈവം പറഞ്ഞ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് ചില കാര്യങ്ങൾ പറയുന്നു. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയെ നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ചതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം എങ്ങനെയാണ് അവനെ അനുഗ്രഹിച്ചത്? ദൈവം അവനെ ഒരു മകനെ തന്ന് മാത്രമല്ല അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ അബ്രഹാമിൻ ദൈവസന്നിധിയിൽ കവന്നു വീണ് ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിൽ കവന്നു വീണ് ദൈവത്തോട് കവന്നു വീണ് ചിരിച്ചെന്ന് 17-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാര്യം ദൈവം അവനോട് പറഞ്ഞു, ഒരു മകനെ തരുമെന്ന് പറഞ്ഞപ്പോൾ, അതൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞ ദൈവം ഒരിക്കലും വാഗ്ദത്തങ്ങളെ മാറ്റിയില്ല. ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ്റെ സന്തതിയെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വേദഭാഗമെല്ലാം നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനൊരു ഉടമ്പടി കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ദൈവം അവനെ വർദ്ധിപ്പിച്ചു, ദൈവം അവൻ്റെ പേരിനെ വലുതാക്കി. അപ്പോൾ ആ അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. നമ്മൾ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിനാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ യാക്കോബിനെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്തും യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിൻ്റെ ദൈവം ഒരു മകനെ കൊടുത്തു. അവൻ്റെ പേര് യോസഫ് എന്നാണ്. യോസഫിന് ദൈവം അനേകം കഷ്ടതകളിലും പ്രയാസങ്ങളിലും വേദനകളിൽ കൂടൊക്കെ കടന്നുപോയി. പക്ഷേ ദൈവം അവന് കൊടുത്ത ഒരു ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവനെ പൊട്ടക്കുഴിയിലിട്ടു. അവന് ഒരുപാട് ശോധനകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതായ വാഗ്ദത്തത്തിലേക്ക് പിന്നത്തേതിൽ കയറി ദൈവം അവനെ മാനിച്ചു. അവനൊരു രാജാവിൻ്റെ ഒരു മന്ത്രിക്ക് തുല്യമായി അവന് ഏറ്റവും വലിയൊരു പദവി കൊടുത്ത് ദൈവം അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വേദപുസ്തകത്തിനകത്ത് അനേകം വ്യക്തികളെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ കാണുവാനായിട്ട് പോകുന്നു. ധൈര്യത്തോടെ നമ്മളായിരിക്കുക. ഈ രാത്രികാലം യേശു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അതിരുകളെ വിശാലമാക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്നതെല്ലാം ദൈവം നീക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം ഈ രാത്രികാലം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അതിരുകളെ വിശാലമാക്കും.
അല്ലെങ്കിൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, യോസെഫിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം ചെയ്യുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെൽത്ത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു, ഇതെല്ലാം ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. എന്നാൽ പൈശാചികമായിട്ട് ചില അനുഗ്രഹങ്ങൾ നമ്മൾ പൈശാചികമായിട്ട്, അല്ലെങ്കിൽ പൈശാചിക സേവകൾ ചെയ്ത് പൈശാചികമായിട്ടുള്ള പിശാചിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അനേകര് അനുഗ്രഹം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അനുഗ്രഹം പ്രാപിച്ച് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെ അനുഗ്രഹങ്ങളൊന്നും നിലനിൽക്കത്തില്ല. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം പിന്നത്തേതിൽ നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ രാത്രികാലം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം, അവൻ അനുഗ്രഹം അനുഭവിപ്പാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ദൂത് പറയാം. നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റും. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പലരും അനുഗ്രഹം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഹല്ലേലൂയ, ദൈവം അവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കണമെങ്കിൽ ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്, ഇല്ലെങ്കിൽ വെൽത്ത് പ്രാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. സങ്കീർത്തനം അതിൻ്റെ 1 തന്നെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ ന്യായപ്രമാണം നമ്മൾ രാവും പകലും ധ്യാനിക്കണം എന്ന്, അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. സങ്കീർത്തനങ്ങൾ 1 അതിൻ്റെ 3 ഇപ്രകാരമാണ് പറയുന്നത്. 2, 3 ഒക്കെ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുകയും ധ്യാനിക്കുകയും അത് അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ചെയ്ത് നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, അവൻ വാടിപ്പോകുകയില്ല. അവൻ ഉഷ്ണം തട്ടിയാലും വാടിപ്പോകുകയില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ അവൻ വാടിപ്പോകത്തില്ല. അവൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ വാടിപ്പോകത്തില്ല. കാര്യമെന്തെന്നറിയാം? അവൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരാറ്റിൻ്റെ അരികെയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ആറ്റിൻ്റെ അരികെയാണ് നട്ടിരിക്കുന്നത്. ആറ്റിൻ്റെ അരികെ നട്ടിരിക്കുന്ന വൃക്ഷത്തെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അതിൻ്റെ വേര് അത് വെള്ളത്തോളം മുട്ടിയിരിക്കും. വെള്ളത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ആ ഡെൽറ്റ, ഇല്ലെങ്കിൽ ആ തീരത്തിൽ നിന്ന് അതിന് പോഷകങ്ങൾ കിട്ടും, അതിനാവശ്യമാകുന്ന ലവണങ്ങൾ കിട്ടും, അതിനാവശ്യമാകുന്ന വെള്ളം കിട്ടും. അതിന് എത്ര തന്നെ ആയിരുന്നാലും, എന്തൊക്കെ തന്നെ അത് ആഴത്തിൽ അത് വേരൂന്നിയിരിക്കുന്നത് കൊണ്ട് എത്ര തന്നെ വേനൽ വന്നാലും അവൻ വാടിപ്പോകാത്തതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജലം അതിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവവേദന, ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്, ഇല്ലെങ്കിൽ ഉറവിടം, ഇല്ലെങ്കിൽ സാമ്പത്തിക ഭൗതിക അനുഗ്രഹങ്ങളുടെ എല്ലാത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തുവായിരിക്കണം. ദൈവത്താൽ മാത്രം അനുഗ്രഹത്തിന് വേണ്ടി ദിവസങ്ങളിൽ നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവൻ്റെ മുമ്പാകെ നമ്മൾ ദൈവസന്നിധിയിൽ, ദൈവകരത്തിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം. കർത്താവ്, എൻ്റെ ജീവിതത്തിന് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തെയും കർത്താവ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവം നിശ്ചയമായി അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. യാതൊരു, ഹല്ലേലൂയ, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് നമുക്ക് വിളിച്ചു വരുത്തുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരിക്കൽ പറയുവാനിടയായി, തൻ്റെ ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യമുണ്ടായി, വളരെയധികം വേദനകളും പ്രയാസങ്ങളും ഉണ്ടായി. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഹല്ലേലൂയ, നീ നിൻ്റെ ചുറ്റുമുള്ള, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ തന്നിട്ടുള്ള ദൂതന്മാരോട് നീ കൽപ്പിക്കണം. യേശുവിൻ്റെ നാമം പറഞ്ഞ് നീ കൽപ്പിക്കണം. അവൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കുക, എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ. എനിക്ക് മുമ്പാകെ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമെന്ന് നീ കൽപ്പിച്ചു പറയണമെന്ന് പറഞ്ഞ് ആ ദൂതന്മാരോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. 2,
നീ വചനം ദൈവത്തിൻ്റെ വചനം നീ ഉരുവിടണം. ദൈവത്തിൻ്റെ വചനം നീ ഉരുവിട്ടുകൊണ്ട് നീ വാ കൊണ്ട് അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വാ കൊണ്ട് നീ ഏറ്റുപറയണം. ഈ മനുഷ്യൻ അദ്ദേഹത്തിന് എത്രയോ ഡോളർ ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ശുശ്രൂഷകൾക്ക് എത്രയോ, എനിക്ക് തോന്നുന്നു $800 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു. അല്പസമയം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വാ കൊണ്ട് കൺഫസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ദാരിദ്ര്യം എനിക്കുള്ളതല്ല. ഞാൻ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുക, എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ മനുഷ്യൻ കൺഫസ് ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യൻ വാ കൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങി. തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് താൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൽ കൊണ്ടിടുന്ന ആ ശാപത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നെന്ന് വാ കൊണ്ട് കൺഫസ് ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യൻ പറഞ്ഞു, ദാരിദ്ര്യത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു. ആ മനുഷ്യൻ വാ കൊണ്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാർ ആക്റ്റീവ് ആകട്ടെ, എനിക്ക് വേണ്ടി വാതിലുകളെ തുറന്നു വരട്ടെ, എനിക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ, എനിക്ക് സാമ്പത്തിക ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പണം യേശുവിൻ്റെ നാമത്തിൽ കൊണ്ടുവരാൻ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം കൺഫസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടായി. പ്രിയ ദൈവപൈതലേ, ഇത് കേൾക്കുമ്പോൾ പലരും നിന്നെ കളിയാക്കും, പലരും നമ്മെ വിമർശിക്കും, പലരും പരിഹസിക്കും. കാര്യം എന്തെന്നറിയാമോ? പലരും നീ അനുഗ്രഹം പ്രാപിക്കുന്നത്, ഉയർച്ച പ്രാപിക്കുന്നത്, നന്മ പ്രാപിക്കുന്നത് ഇഷ്ടമല്ല. പലരും പിശാച് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കള്ളമെന്ന് പറയുന്നത് ദാരിദ്ര്യം അനുഭവിക്കണമെന്നാണ്. ദാരിദ്ര്യം നിൻ്റെ ജീവിതത്തിൽ വരരുത്. ദാരിദ്ര്യം ഒരു ശാപമാണ്. ഞാൻ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരിക്കലും സാമ്പത്തിക ഭൗതിക നന്മകളിൽ കുടുങ്ങിപ്പോയി അവർ തകർന്നു പോകുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കും. കാര്യം എന്തെന്നറിയാമോ? എൻ്റെ ജീവിതത്തെ എനിക്കറിയാം, ആ ദാരിദ്ര്യം കൊണ്ടുവിടുന്നത് ശാപമാണ്. ദാരിദ്ര്യം കൊണ്ടുവരുന്നത് പിശാചിൻ്റെ പക്കൽ നിന്നാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്നത്. കാര്യം ശാപം, ദാരിദ്ര്യം എന്ന് പറഞ്ഞത് സാമ്പത്തികമായ മേഖലകളിൽ ദാരിദ്ര്യം കൊണ്ടുവരുവാൻ തക്കവണ്ണം ചില പൈശാചിക ശക്തികളുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു മന്ത്രവാദി വിശ്വാസത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, താൻ സേവിച്ചു കൊണ്ടിരുന്ന പലരും വന്ന് തൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യുന്ന പലരും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവൻ്റെ സാമ്പത്തികം തകർത്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഭിചാരം ചെയ്യണമെന്ന് പറഞ്ഞ് ഈ മനുഷ്യന് പലരും വന്ന് അപ്രോച്ച് ചെയ്തതായിട്ട് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, പലരും രഹസ്യമായി ക്രിസ്ത്യാനികൾ പലരും രഹസ്യമായി വരും, മന്ത്രവാദത്തിന് വേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാനിടയായി തീർന്നു. ഞാൻ പ്രിയ ദൈവവേദന, ദൈവത്തെ അറിയുന്നവൻ, ദൈവവചനം വായിക്കുന്നവൻ, ദൈവത്തെ നന്നായി മനസ്സിലാക്കുവാനായിട്ട് അവസരങ്ങൾ ഉണ്ടായിട്ട് ദൈവത്തെ തള്ളിക്കളയാതെ, ദൈവവചനത്തിൽ വിശ്വസിക്കാതെ, ദൈവത്തിലുള്ള അത്ഭുതങ്ങൾ ദൈവവചനം പറയുന്നത് അതാണ് കേൾക്കാൻ മടി കാണിച്ചിട്ട് പലരും പിശാചിൻ്റെ വഴികളിലേക്ക് നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പലരും പിശാചിൻ്റെ വഴികളിലേക്ക് നടക്കുകയാണ്, പിശാചിൻ്റെ പദ്ധതികളിലേക്ക് നടക്കുകയാണ്, അന്ധകാരത്തിൻ്റെ ശക്തികളിലേക്ക് നടക്കുകയാണ്. ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൽ നാം വിളിച്ചു പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങളോട് നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ പറയണം. നിങ്ങൾ വാഗൊണ്ട് പറയാത്ത കാലത്തോളം അത് ഇറങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വിഷയം പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ആ സഹോദരിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. അത് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ശാപം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ ശരീരത്തിൽ നിന്ന് ഒരു ഭൂതം പുറത്തു പോയത് ആ ദാരിദ്ര്യം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഒരു പൈശാചിക ശക്തിയെ പറഞ്ഞ് ആ ശരീരത്തിലേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് മനസ്സിലാക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിൻ്റെ അവസ്ഥകളെ മാറ്റും. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമ്മൾ അധികാരത്തോടെയാണ് ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ആ അധികാരം കൊണ്ട് നമ്മൾ വാഗൊണ്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കണം. അഭിഷേകമുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അഭിഷേകമില്ലാത്തവർ അധരം കൊണ്ട് ദൈവത്തോട് പറയണം. ദൈവവചനം സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ആ വചനം എഴുതി വെച്ച് നിങ്ങൾ വാഗൊണ്ട് കൺഫസ് ചെയ്ത് നിങ്ങൾ പറയണം. ഉച്ചത്തിൽ നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാരെ ആക്റ്റീവ് ആക്കണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ലോണുകൾ ക്ലോസ് ചെയ്യാൻ വാഗൊണ്ട് കൽപ്പിക്കണം. എനിക്ക് ഈ മാസം ഇത്ര സാമ്പത്തികം എനിക്ക് വേണം, എനിക്ക് വേണ്ടി ദൂതന്മാരെ ഞാൻ ആക്റ്റീവ് ആക്കുന്നു, എനിക്ക് വേണ്ടി വാതിലുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഈ സഹോദരൻ, ഈ ദൈവദാസൻ അങ്ങനെ പ്രാർത്ഥിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി ആവശ്യമാകുന്ന സാമ്പത്തികം ദൈവം ഒരുക്കി കൊടുക്കാനിടയായി തീർന്നു. ഈ രാത്രികാലം നിങ്ങൾക്ക് വിശ്വസിക്കാമോ? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്.
നമുക്കിത് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. പലരും പലരും പരിഹസിക്കും, പലരും നിന്ദിക്കും, പലരും പറയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് സുവിശേഷമല്ല എന്ന്. സുവിശേഷം ദാരിദ്ര്യം പറയുന്നതല്ല സുവിശേഷം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. ദൈവം നിന്നെ സകലത്തിലും അബ്രഹാമിനെ പോലെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം ആദാമിനെ നിർമ്മിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദാമിനെ ദൈവം ഭൂമിയിലാക്കുമ്പോൾ ദൈവം അവനെ സകല പ്രൊവിഷനും കൂടെയാണ് ദൈവം അവനെ ആക്കിയത്. എന്നാൽ പിശാചന് ഈ അസൂയ കൊണ്ടിട്ട് പിശാച് ഇവനെ പാപത്തിലേക്ക് തള്ളിയിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം തൻ്റെ ഭൂമിയിൽ ദരിദ്രനായി അവതരിച്ചത് നമ്മുടെ ദാരിദ്ര്യം മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അത്ഭുതങ്ങളുടെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഈ രാത്രികാലം നിങ്ങൾ എപ്രകാരമാണ് വിശ്വസിക്കുന്നത്, അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒന്നാമത് ഏറ്റവും കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കണം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ എളുപ്പമാണ്. ദൈവവചനം നമ്മൾ വായിക്കുകയും അത് അപ്രകാരം നമ്മൾ അനുസരിക്കുകയും മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും അതിനു വേണ്ടി വേറെ കഠിനമായ ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, എൻ്റെ ദുഃഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ് എന്ന ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എന്നാൽ പിശാച് കൊണ്ടിടുന്ന ദുഃഖവും പിശാച് കൊണ്ടിടുന്ന ഭാരവും നമുക്ക് താങ്ങുവാനായിട്ട് പറ്റുന്നില്ല. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വേണം പിശാച് നിരാശകളെ കൊണ്ടിടും, പിശാച് വേദനകളെ കൊണ്ടിടും, പിശാച് ഹെവിനെസ് കൊണ്ടിടും. ഹൃദയത്തിനകത്ത് കയ്പുകൾ, വൈരാഗ്യങ്ങൾ, വിദ്വേഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ചിട്ട് പലരും പറഞ്ഞ വാക്കുകൾ കാരണം പ്രാർത്ഥിക്കാൻ പറ്റാതെ വണ്ണം നമ്മളെ ഭാരപ്പെടുത്താറുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, പിശാചിന് അവകാശമുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ പാടില്ല. ഹല്ലേലൂയ. പിശാചിന് അവകാശമുള്ളതൊന്നും പാടില്ല. പലരും വിമർശിക്കുമ്പോൾ, പലരും പരിഹസിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ദാരിദ്ര്യമാണോ? എന്നാൽ നിങ്ങൾ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിച്ചോളൂ. നിങ്ങൾക്ക് സമ്പത്ത് വേണമോ? എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾ അനുഗ്രഹിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഇരുന്നാൽ മാത്രം മതി, നിഷ്കളങ്കനായി ഇരുന്നാൽ മാത്രം മതി. ഞാൻ പറയട്ടെ, അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വരും. യഹോവയുടെ വാക്ക് കേട്ട് ഹല്ലേലൂയ അനുസരിക്കുന്നവനൊക്കെയും ഈ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അബ്രഹാം നമുക്ക് ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എപ്രകാരമാണ് ഒരു ദൈവ പൈതൽ അനുഗ്രഹിക്കപ്പെടുന്നത്, എപ്രകാരമാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എപ്രകാരമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മൾ മനുഷ്യരിൽ ഒരിക്കലും ആശ്രയിക്കാതെ ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം എപ്രകാരമാണ് പറയുന്നത്, യഹോവ തനിയെ അവനെ നടത്തി, അവനോട് കൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ആയതിനാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വാഗൊണ്ട് പറയണം, കർത്താവേ, എന്നെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണല്ലോ. ആയതുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ, എൻ്റെ ജീവിതത്തിൽ നന്മകളുണ്ടാകട്ടെ, എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടതകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, വളരെ ശ്രദ്ധയോടെ നിൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ട് അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന ഈ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ആടുമാടുകളുടെ പേറും പെറുപ്പും അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്നും ഹല്ലേലൂയ ഓടിപ്പോകും.
അടുത്ത വാക്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായ യഹോവ തന്നെ തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അപ്പോൾ നിശ്ചയമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം പറയുന്നത് ഈ രാത്രികാലം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കും. നീ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം അതാണ്. വിശ്വസിച്ചാൽ നീ തൊടുന്ന സകല കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവ പൈതലായി ജീവിക്കുവാൻ ദൈവം നമുക്ക് വലിയൊരു ഭാഗ്യത്തെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ലോകത്തിൽ പലരും ഭാഗ്യമെന്ന് പലരും എണ്ണുമ്പോൾ ഞാൻ പറയട്ടെ, പലരും ധനവാനായി വസിക്കുന്നത് ഭാഗ്യമാണ്. ലോട്ടറി അടിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ഇല്ലെങ്കിൽ നല്ല വാഹനമെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ തിരുവചനം കേട്ട് അനുസരിക്കുവാൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കളപ്പുരകളെല്ലാം നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. അവൻ തൊടുന്ന സകലത്തിലും അനുഗ്രഹിക്കപ്പെടും. ദൈവം തരുന്ന ദേശത്ത് ദൈവം നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 8-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം പറയുന്നു, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. സകല മേഖലകളിലും ദൈവം നമുക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഹല്ലേലൂയ. ഈ രാത്രികാലം ആ ദൈവത്താലുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ രാത്രികാലം നിങ്ങളെ തന്നെ ദൈവകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവേ, ഇന്ന് രാത്രികാലം ദാരിദ്ര്യത്തിൻ്റെ മനോഭാവം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൽപ്പിച്ചാക്കണം. ദൈവത്താലുള്ള ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാനൊന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് കർത്താവേ ആ അനുഗ്രഹം എനിക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്ന് ഒരു വാക്ക് പറയാമോ? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നല്ല സ്നേഹിതൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്ന സദൃശ്യവാക്യങ്ങൾ 10:22 കർത്താവ് പറയുന്നത് പോലെ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഹല്ലേലൂയ. ഇപ്രകാരം പറയുന്നത്, ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ഇറ്റ് മേക്സ് റിച്ച് ആൻഡ് ബി ആഡഡ് നോ സോറോസ് വിത്ത് ഇറ്റ്. ദൈവത്താൽ വരുന്ന അനുഗ്രഹം അത് ഹല്ലേലൂയ, ആ അനുഗ്രഹത്തിൻ്റെ കൂടെ എന്തില്ല? ദുഃഖമുണ്ടാകത്തില്ല. ആയതിനാൽ വിശ്വസിക്കുക, ആ ദുഃഖം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും. ദൈവത്താൽ അനുഗ്രഹം ഉണ്ടാകും. നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഹല്ലേലൂയ, വർധനവുണ്ടാകും. ഈ രാത്രി ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. വിശ്വസിക്കുക, യേശു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടോ? ആ ദാരിദ്ര്യം നോക്കിയിട്ട് നിങ്ങൾ പറയാം, യേശു എൻ്റെ നാമത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്നവരെല്ലാവരുടെ ജീവിതത്തിനകത്ത് സാമ്പത്തിക ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണം. അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദാരിദ്ര്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ദാരിദ്ര്യം എന്ന ശാപം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. എല്ലാ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ ഈ രാത്രികാലം അഴിഞ്ഞു മാറി അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ദൈവിക സമാധാനം ഉണ്ടാകട്ടെ, ദൈവിക സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവ്യ ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ ദാരിദ്ര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനോർത്ത് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ